ആദി എന്ന് വിളിപ്പേരുള്ള ആദിരുദ്ര മംഗലത്ത് വീട്ടിൽ ആനന്ദിൻ്റെയും ജ്യോതിർമയുടെയും മകൾ, നമ്മുടെ നായിക ആദിരുദ്ര. ജനിച്ചയുടൻ കരയുന്ന കുട്ടികളെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നാൽ ജനിച്ചയുടൻ ചിരിക്കുന്ന കുട്ടിയെയോ ഇനി ചിരിച്ചുകൊണ്ട് കരയുന്ന കുട്ടിയെയോ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അല്ല എങ്കിൽ അങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ ഒരുക്കിയിരിക്കുന്നത്. ഡോക്ടറുടെ കയ്യിലിരുന്ന് കരയുന്ന കുട്ടി അമ്മയെ കാണുമ്പോൾ ചിരിക്കുന്നു. പിന്നെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നതിനിടയിലും അമ്മയെ നോക്കി പൊട്ടിച്ചിരിച്ചു. അമ്മയ്ക്കടുത്തേക്ക് പോകാൻ വെപ്രാളം കാണിക്കുന്നു. കണ്ടോ, ആദ്യം കരയുന്ന കുട്ടി അമ്മയെ ഡോക്ടർ കാണിക്കുമ്പോഴേക്കും ചിരിക്കുന്നു. പിന്നീട് അത് ആനന്ദ കണ്ണീര് പോലെ ചെറിയൊരു പുഞ്ചിരിയും വരുന്നു. ശേഷം ചിരിച്ചുകൊണ്ട് അമ്മയ്ക്കടുത്തേക്ക് പോകാൻ തിടുക്കം കൂട്ടുന്നു. കാണുമ്പോൾ എല്ലാവരുടെയും മനസ്സൊരുപോലെ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണിത്. ആലപ്പുഴ സ്വദേശികളായ ആനന്ദിൻ്റെയും ജ്യോതിയുടെയും പെൺകുട്ടിയാണിത്. ഇന്നലെ വെളുപ്പിനെയാണ് സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തത്. അപ്പോൾ തന്നെയാണ് ഈ മനസ്സിന് കുളിർമയേകുന്ന സംഭവം നടക്കുന്നത്. ആ കുഞ്ഞിനും അമ്മയ്ക്കും അച്ഛനും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ പരിപാടി അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി. സരസേ, എടി സരസേ, ദാ വരുന്നു. ലില്ലിക്കുട്ടിയായിരുന്നു. എന്താടി വന്നേ? ഞാനേ അപ്പുറത്തെ ജെസ്സിയുടെ വീട് വരെ ഒന്ന് പോയതാന്നേ. ആശമുൾക്ക് ഒരു ഉടുപ്പിൻ്റെ തുണിയെടുത്തിട്ടുണ്ട്. അത് തേക്കാൻ കൊടുക്കാനായിട്ട്. അപ്പോഴത്തെ കൊച്ചിനെയും തള്ളയെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. എന്തെടുക്കുവാ? ഉറങ്ങുവാണോ കുഞ്ഞ്? ഇപ്പോൾ ഉറങ്ങി. എഴുന്നേറ്റിട്ട് പാല് കുടിക്കായിരുന്നു. കഴിഞ്ഞു കാണും. ലില്ലിക്കുട്ടി കയറി വാ. അവർ രണ്ടുപേരും ഉള്ളിലേക്കുള്ളൊരു മുറിയിലേക്ക് കയറി. സരസ്വമിയുടെയും ഏറ്റവും ഇളയ മകളാണ് ജ്യോതി. അവിടെ കട്ടിലിൽ ജ്യോതി ഇരിപ്പുണ്ട്. കയ്യിലൊരു ചെറിയ പൊടിക്കുഞ്ഞു. കുഞ്ഞു പാൽ കുടിച്ച് കഴിഞ്ഞോ മോളെ? ആ കഴിഞ്ഞു അമ്മേ. അത് പറഞ്ഞിട്ടിരുന്ന വെള്ള ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ടുകൊണ്ട് അവൾ അവർക്ക് നേരെ തിരിഞ്ഞു. എന്തോന്ന് പെണ്ണേ ഇത്? എഴുന്നേറ്റ് കുത്തിയിരിക്കുന്നു. പെറ്റുകിടക്കുന്ന പെൺപിള്ളേരെ എണീക്കാൻ പാടില്ല. മുണ്ട് മുറുക്കിയെടുത്ത് നേരെ മലർന്നു കിടക്കണം. ഇതൊന്നും ഈ സരസ പറഞ്ഞു തന്നില്ലേ കൊച്ചേ നിനക്ക്? ലില്ലിക്കുട്ടി ഉപദേശത്തിൻ്റെ കെട്ടഴിച്ചു. കട്ടിലിരിക്കുന്ന പെണ്ണ് കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ മുഖം ചുളിച്ചെങ്കിലും അയലത്രക്കാരെ പിണക്കല്ലെന്ന് ഓർത്ത് പെട്ടെന്ന് നേരെ കിടന്നു. സരസേ, ആ കൊച്ചിനെ ഒന്നെടുത്ത് തന്നേ. ഞാനൊന്ന് എടുത്തിട്ട് ആശുപത്രിയിൽ നിന്ന് വന്നിട്ടതുവരെ. പിന്നെ ആശമോളെ ഇട്ടിട്ട് എനിക്കെങ്ങാനും വരാനും പറ്റില്ലല്ലോ എപ്പോഴും. അവൾക്ക് ഒരുപാട് പഠിക്കാനുള്ളതല്ലേ. ഇപ്പോൾ 3ലേക്ക് ജയിച്ചു. അല്ലേലും എൻ്റെ മോളായോണ്ട് പറയുമല്ല, പഠിക്കാൻ നല്ല മിടുക്കിയാ. അപ്പോഴേക്കും സരസ കുഞ്ഞിനെ എടുത്ത് അവർക്കടുത്തേക്ക് വന്നു. ആടി കള്ളിപ്പെണ്ണേ, നീ ഉറങ്ങുവാണോ? ജ്യോതിയെ പോലെ തന്നെയുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസേ ആനന്ദ് വന്നെന്ന് ജെസ്സി പറഞ്ഞല്ലോ. ഡി പെങ്കൊച്ചെ, നീ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുവാണ്. ഈ സമയത്ത് ആണുങ്ങളെ കാണാൻ പാടില്ല കേട്ടല്ലോ. ഒന്നാമതേ ഓപ്പറേഷനും. അപ്പോൾ പിന്നെ പറയുകയും വേണ്ട. ഇനി ഒരു 5 വർഷത്തേക്ക് ഒന്നും വേണ്ട കേട്ടോ. എന്ന് വെച്ചാൽ കൂടെ പൊറുതിക്ക് അങ്ങോട്ട് പോകുമ്പോൾ നീ ശ്രദ്ധിക്കണമെന്ന്. ഇപ്പോൾ 28 ആവാറായല്ലേ. അന്നേ നിങ്ങൾ തമ്മിൽ കാണുക. അല്ലാത്തപ്പോൾ കുഞ്ഞിനെ പുറത്തോട്ട് കൊണ്ടുപോയി കാണിക്കണം കേട്ടോ. അഹമ്മദി കാണിച്ച് എഴുന്നേറ്റിരിക്കുകയോ അവനെ കാണാൻ ശ്രമിക്കുകയോ ചെയ്യല്ല കേട്ടോ. ആ ഇല്ല ലില്ലിക്കുട്ടി, അവൻ വന്നിട്ട് പുറത്തിരുന്നു. കുഞ്ഞിനെ ഞാൻ കാണിച്ചു. സരസ പറഞ്ഞപ്പോൾ ജ്യോതി മിണ്ടാതിരിക്കുവാണ്. ഈ കുഞ്ഞിനൊട്ടും കനമില്ലല്ലോ. അതെങ്ങനെ? ഇവൾക്ക് അവരൊന്നും തിന്നാൻ കൊടുത്തിട്ടുണ്ടാവില്ലായിരിക്കുമല്ലേ? പറഞ്ഞു തീർന്നില്ല. അതിനു മുൻപേ കയ്യിലിടുന്ന കുഞ്ഞാപ്പി 1ഉം 2ഉം തള്ളയുടെ മേത്തേക്ക് സാധിച്ചു. എന്നിട്ട് ഒറ്റ കരച്ചിൽ. പെണ്ണിന് തള്ളയെ പറഞ്ഞത് പിടിച്ചില്ല എന്ന് തോന്നുന്നു. എൻ്റെ നൈറ്റിയൊക്കെ നനച്ചു വാരിയല്ലോ. അപ്പിയും ഇട്ടോ. ഞാൻ പോണ് കേട്ടോ. അവർ വേഗം പോയി. അവർ പോയപ്പോഴേക്കും സ്വിച്ചിട്ട പോലെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കരച്ചിലും നിന്നു. ഇന്നാണ് കുഞ്ഞിപ്പെണ്ണിൻ്റെ 28 കെട്ട്. ഹാളിൽ വിളക്കും കത്തിച്ചു വെച്ച് ഗണപതിക്ക് നേദ്യവും വെച്ച് തട്ടത്തിൽ വെച്ചിരിക്കുന്ന അരയിലേക്ക് കുഞ്ഞിനെ നിർത്തി. കുഞ്ഞിൻ്റെ അരയിൽ ആനന്ദ് കറുപ്പ് ചരട് കെട്ടിക്കൊടുത്തു. അവളെ മടിയിൽ വെച്ച് വെറ്റില കൊണ്ടൊരു ചെവി പൊത്തിപ്പിടിച്ച് മറുചെവിയിൽ അവളുടെ പേര് ചൊല്ലി. ആച്ചൻ, ആദിരുദ്ര. 3 തവണ ചെവിയിൽ പേര് വിളിച്ച് കവളിലൊരു ഉമ്മ കൊടുത്തു അയാൾ. ഷേ, എന്താ കുട്ടി ചെയ്യുന്നേ? കുഞ്ഞിൻ്റെ കവളിൽ മുത്താൻ പാടില്ല. അറിയെങ്കിൽ ചെയ്യാതിരുന്നൂടെ? പെൺകുട്ടിയല്ലേ ഇത്? കൂട്ടത്തിലെ മൂത്ത കാരണോത്തി പറഞ്ഞതും ആരോ അടിച്ചതുപോലെ കരയാൻ തുടങ്ങി ആദി. ഓ, കുറുമ്പിക്ക് അച്ഛനെ പറഞ്ഞപ്പോൾ ഇഷ്ടായില്ലല്ലോ. അവിടുന്ന് ആരോ തമാശയ്ക്ക് പറഞ്ഞു. എല്ലാവരും അത് കേട്ട് കൂട്ടി ചിരിച്ചു. കുഞ്ഞിന് 3-ാം മാസമായപ്പോഴേക്കും തൻ്റെ വീട്ടിൽ നിന്നും ആനന്ദ വീട്ടിലേക്ക് ജ്യോതിയെയും കുഞ്ഞിനെയും കൊണ്ടുപോയി. 3 വർഷങ്ങൾക്ക് ശേഷം ആദിയെയും കൂട്ടി തിണ്ണയിലിരിക്കുകയാണ് ജ്യോതി. കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് കളിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചി വരുന്നത്. ആ രമണി ചേച്ചിയോ? കയറി വാ ചേച്ചി. ചേച്ചിയെ കണ്ടുടൻ ജ്യോതി അവരെ ക്ഷണിച്ചു. ആ ജ്യോതി, എന്തെടുക്കുവാ അമ്മയും മോളും കൂടെ?
ഒന്നുമില്ല ചേച്ചി, ചുമ്മാ ഇരിക്കുവായിരുന്നു. അകത്ത് ചൂടാണ്. ഈ പെണ്ണിനിങ്ങനെ പുറത്തിരിക്കാൻ ഇഷ്ടമാ. എനിക്കിഷ്ടമാണ്, അതാ. ചോറുണ്ടോ അമ്മയും മോളും? ആ കഴിച്ചു ചേച്ചി. ചേച്ചിയോ? ആ ആനന്ദോ? ജോലിയുണ്ടോ ഇന്ന്? ആനന്ദിന് പോകണേ ഇന്ന്. കൺസ്ട്രക്ഷൻ സൈറ്റിൽ എന്തോ പോകണത്രേ. മോളെ, ഭർത്താവിനെ പേര് വിളിക്കുന്നത് അത്ര നല്ല കാര്യമല്ല കേട്ടോ. ആനന്ദ് ആദ്യം മുതൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചി, പേര് വിളിച്ചാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ. ആണുങ്ങൾ അങ്ങനെ പലതും പറയും, അതൊക്കെ കേട്ടിട്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്. ഭർത്താവിൻ്റെ പേര് വിളിക്കുന്നതൊന്നും നല്ല പെണ്ണുങ്ങൾക്ക് ചേർന്ന പണിയല്ല. രമണി ചേച്ചി പറഞ്ഞു തീരും മുൻപേ നമ്മുടെ കുഞ്ഞാതി ഒരു കളിപ്പാട്ടമെടുത്ത് അവരുടെ തലയ്ക്കൊന്ന് കൊടുത്തതാണ്. ചേച്ചി എന്തെങ്കിലും പറ്റിയോ? ഡി കുറുമ്പി, നീ തല്ല് വാങ്ങിക്കും കേട്ടോ. നൊന്തോ ചേച്ചി? ജ്യോതി വെപ്രാളപ്പെട്ടു. ഏയ് ഇല്ല ജ്യോതി, കുഴപ്പമില്ല. ഡി കുറുമ്പി, നിനക്ക് അമ്മയെ പറഞ്ഞത് പിടിച്ചില്ലല്ലേ? ഞാനൊരു പൊതുകാര്യം പറഞ്ഞതാണേ, ക്ഷമിക്കണേ. അവർ തമാശ രൂപേണ പറഞ്ഞപ്പോൾ ആദി പൊട്ടിച്ചിരിച്ചുകൊണ്ട് അമ്മയെ ഒന്നുകൂടെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ആനന്ദ് ഒരു കോൺട്രാക്ടറാണ്. 10-20 ചെറുപ്പക്കാർ അയാൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട്. സത്യസന്ധമായി ഏൽക്കുന്ന ജോലികളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളായിരുന്നു ആനന്ദ്. അയാളുടെ കൂടെ എന്നും താങ്ങായും തണലായും ജ്യോതിയും നിന്നു. അവരെ ഒരു തരത്തിലും വാശിയുടെ പേരിലോ തൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ ബുദ്ധിമുട്ടിക്കാതെ നിറയും സ്നേഹം മാതാപിതാക്കൾക്ക് നൽകി കൊച്ചാദിയും വളർന്നു. ആനന്ദിന് നല്ല സന്തോഷത്തോടെയാണ് അമ്മയും അച്ഛനും മകളും ജീവിച്ചു പോകുന്നത്. ആദിക്ക് കൂട്ടായി ഒരു അനിയൻ കൂടെ വന്നതോടെ സന്തോഷത്തിന് മാറ്റുകൂട്ടി. മാധവകൃഷ്ണ, അനിയൻകുട്ടനെ കിച്ചു എന്ന് ഓമനിച്ച് വിളിച്ചത് ആദി തന്നെയായിരുന്നു. ഒരു ചേച്ചിയായിട്ടല്ല, ഒരമ്മയെ പോലെ തന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത് ആദി തന്നെയായിരുന്നു. തീരെ കുഞ്ഞിലെ തന്നെ നല്ലതുപോലെ പക്വത കാണിച്ചിരുന്ന കുട്ടിയായിരുന്നു ആദി. ആദ്യം മുതൽ തന്നെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു അവൾ. കൂടെ പാട്ടുപാടാനും നൃത്തം ചെയ്യാനുമുള്ള കഴിവും അച്ഛനും അമ്മയും കൂടെ നിന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നു. നൃത്തം അവൾക്കേറെ ഇഷ്ടമായിരുന്നു എന്നും. പക്ഷെ അതിലേറെ അവൾ സ്നേഹിച്ചത് പാട്ടിനെയാണ്. കാരണം ആനന്ദിന് പാട്ട് പാടുന്നവരെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അമ്മയെപ്പോലെ നന്നായി പാചകവും നന്നായി വശമായിരുന്നു. കലോത്സവ വേദികളിൽ സ്കൂളിൻ്റെ ആയാലും പഠിച്ചിരിക്കുന്ന കോളേജിൻ്റെ ആയാലും ഒഴിച്ചുകൂടാനാവാത്തൊരു പ്രസൻസ് തന്നെയായിരുന്നു ആദിയുടേത്. കലാതിലകമായപ്പോൾ തനിക്ക് സ്റ്റേജിൽ കിട്ടിയ മുഴുവൻ തുകയും അവിടെ വെച്ച് തന്നെ ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൈമാറിയ ആദിരുദ്ര എന്ന പെൺകുട്ടിയെക്കുറിച്ച് എല്ലാ മീഡിയാസും ചർച്ച ചെയ്തിരുന്നു. ഫിലിം സ്റ്റാർസ് ഉൾപ്പെടെ ഒരുപാട് ആളുകൾ അന്ന് അവളെ വിളിച്ച് പ്രശംസിച്ചിരുന്നു. ഭരിച്ചിരുന്ന മന്ത്രി വരെ വിളിച്ചിരുന്നു. ആദിരുദ്ര, ഈ നാടിന് നിങ്ങൾ തന്ന സ്വത്താണ്. ഇവളേക്കാൾ വലുതായി നിങ്ങളിനൊരു പുണ്യം ഈ ജന്മം ചെയ്യാനില്ല. ഇതുപോലുള്ള കുട്ടികളാണ് നമ്മുടെ നാടിന് ആവശ്യം. അനുമോദന ചടങ്ങിൽ മന്ത്രി ആനന്ദിനോടൊപ്പം ജ്യോതിയോടും പറഞ്ഞ വാക്കുകളാണിവ. അതുകേട്ട് നിറകണ്ണുകളോട് അങ്ങേയറ്റം സന്തോഷത്തോടെ തന്നെ നോക്കുന്ന മാതാപിതാക്കളെ കണ്ടപ്പോഴാണ് അവൾ സന്തോഷത്തിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയത്. അവളുടെ ലോകമെന്നും അച്ഛനും അമ്മയും അനുജനുമായിരുന്നു. ആവശ്യമില്ലാതെ പുറത്താരോടും സംസാരിക്കുകയോ ആരുമായി വഴക്കിടുകയോ അവൾ ചെയ്തിരുന്നില്ല. പക്ഷേ അച്ഛനെയോ അമ്മയെയോ അനിയനെയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അവരോട് തിരിച്ചു പറയാനും അവരെ വേദനിപ്പിക്കാനും അവൾക്കൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ സ്വഭാവം മാത്രം അവൾ വളർന്നപ്പോൾ അവളുടെ കൂടെ വളർന്നു. വർഷങ്ങൾക്ക് ശേഷം സമയം വെളുപ്പിന് 4 മണി. അമ്പലത്തിൽ നിന്നുള്ള റെക്കോർഡ് കേൾക്കാം. ശരിക്കും അത് കേൾക്കുന്നത് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ്. ആദ്യ പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നു. കണ്ണു തുറക്കാതെ തന്നെ കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. ശേഷം നേരെ ഇരുന്ന് കൈ രണ്ടും കൂപ്പി പ്രാർത്ഥിച്ച് മുഖമൊന്ന് തുടച്ച് കണ്ണു തുറന്നു. നേരെ മുൻപിൽ തന്നെ ചുവരിൽ വെച്ചിരിക്കുന്ന വലിയൊരു ഫോട്ടോ, അച്ഛനും അമ്മയും അനിയനും ആദിയുമുള്ളൊരു ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോയിൽ നോക്കിയൊന്ന് ചിരിച്ചു. ശേഷം ബാത്റൂമിലേക്ക് കയറി ഫ്രഷായി നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി ഒന്ന് ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നെ ടെറസിലേക്കുള്ള പടി കയറി മുകളിൽ ചെന്നു. കയ്യിലുള്ള മാറ്റ് താഴേക്ക് വിരിച്ച് അതിലേക്കിരുന്നു. ശ്വാസം അകത്തേക്കെടുക്കുകയും ശേഷം പതിയെ പുറത്തു വിടുകയും ചെയ്തുകൊണ്ടിരുന്നു കുറച്ച് സമയം. ശേഷം യോഗയുടെ അടുത്ത സ്റ്റെപ്പുകൾ ഓരോന്നായി ചെയ്തുകൊണ്ടിരുന്നു. 1.5 മണിക്കൂർ തുടർച്ചയായി ചെയ്തതിനു ശേഷം പതിയെ എഴുന്നേറ്റ് ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി ഒന്ന് നിന്ന ശേഷം ഇറങ്ങി മുറിയിലേക്ക് ചെന്ന് കുളിച്ച് ഫ്രഷായി. താഴേക്ക് പോകും മുൻപ് അടുത്തുള്ള മുറിയിലേക്കൊന്ന് നോക്കി. കിച്ചുവിൻ്റെ മുറിയാണ്. ആള് നല്ല ഉറക്കാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് യോഗ ചെയ്യാൻ വിളിച്ചാലൊക്കെ മടി പിടിച്ച് കിടക്കും. ചിണുങ്ങിക്കൊണ്ട് ഉറങ്ങിക്കോട്ടെ പ്ലീസ് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ ചിരി വരും. കിച്ചു, എഴുന്നേറ്റ് വേഗം, പഠിക്കിരുന്ന്, ടൈമായി, വേഗം എഴുന്നേറ്റേ. ഒരു 5 മിനിറ്റ് കൂടി കിടന്നോട്ടെ ചേച്ചി പെണ്ണേ പ്ലീസ്.
ഒന്നുകൂടെ പുതച്ചു കിടക്കുന്ന അവനെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം വീണ്ടും വിളിക്കാൻ തുടങ്ങി. ക്ലാസ് ടെസ്റ്റ് ഉണ്ട് ചെറുക്കന്. കിച്ചു എഴുന്നേറ്റേ. ഇന്നലെ ഒരുപാട് നേരം പഠിച്ചതുകൊണ്ടാ ഇന്ന് കുറച്ച് കിടന്നോട്ടെന്ന് കരുതി ഞാൻ നേരത്തെ വിളിക്കാഞ്ഞേ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് വേഗം നോക്കി വിടാനുള്ള ടൈമുള്ളൂ. എഴുന്നേൽക്ക്. ഈ ചേച്ചിയുടെ ഒരു കാര്യം. എഴുന്നേൽക്കുവാണ് ചേച്ചി പെണ്ണ് പൊയ്ക്കോ. അങ്ങനെ ഇപ്പം ഞാൻ പോണില്ല മോനെ, നീ എഴുന്നേറ്റിട്ടേ പൊയ്ക്കോളാം. അങ്ങനെ അവനെ കുത്തിപ്പൊക്കി ബാത്റൂമിൽ ഫ്രഷ് ആവാൻ വിട്ട് താഴേക്ക് പോയി. താഴെ ചെന്നപ്പോൾ തന്നെ കണ്ടു ഹാളിൽ വാർത്ത കണ്ടിരിക്കുന്ന പപ്പയെ. ഗുഡ് മോർണിംഗ് പപ്പ. ഗുഡ് മോർണിംഗ് ആദി. ഇന്ന് ഇൻ്റർവ്യൂ അല്ലേ? എല്ലാം ഓക്കെ ആണല്ലോ? പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞില്ലേ? ആ പപ്പ, എല്ലാം കഴിഞ്ഞു. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ കേട്ടോ. മോള് സ്ട്രെയിൻ ചെയ്യുകയൊന്നും വേണ്ട. കോളേജിൽ നിന്നും റെഡിയാക്കാമെന്ന് പറഞ്ഞല്ലോ. കിട്ടില്ലെങ്കിൽ കോളേജിൽ നിന്ന് തന്നെ റെഡിയാക്കി തരും. പക്ഷേ ഇവിടെയാകുമ്പോൾ സാലറി ഉണ്ടാവും. കോളേജിൽ നിന്ന് റെഡിയാക്കാൻ സാലറി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ക്യാഷ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. എന്തായാലും കിട്ടും, എനിക്കുറപ്പുണ്ട്. എക്സാം കഴിയുമ്പോൾ അവിടെ തന്നെ വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാലോ. പിന്നെ KR ഗ്രൂപ്പ്സ്, അതിൽ ജോലി ചെയ്യാൻ പറ്റിയ നമ്മുടെ ലൈഫ് സേഫാകും. അതൊക്കെയാണ് ഞാൻ ഓർക്കുന്നേ. മാക്സിമം ഞാൻ ശ്രമിക്കും പപ്പ. കിട്ടും. എൻ്റെ മോൾക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാ കിട്ടുക? അയാൾ അവളുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. കാർത്തികയുണ്ടല്ലോ അല്ലേ മോളെ കൂടെ? അതും ചോദിച്ച് ജ്യോതി അടുക്കളയിൽ നിന്ന് വന്നു. ആ അമ്മേ, അവളുണ്ട്. ഞാൻ പോകുന്നിടത്തേ പോകുള്ളെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുവാ പെണ്ണ്. ഇപ്പോൾ വരും. ചിലപ്പോൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞായിരുന്നു. ആണോ? എന്ന മോളെ, അമ്മ വിളക്ക് വെച്ചിട്ടുണ്ട്, പോയെന്ന് പ്രാർത്ഥിക്ക്. ചെല്ല്. കിച്ചുവിനെ ഉണർത്തിയിരുന്നു. +2 ആണ്. നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ മാർക്ക് കുറയില്ലേ? നീ എന്തായാലും ഇനി ശ്രദ്ധിക്കുമല്ലോ. ഇനി കുറച്ച് നാൾ ക്ലാസ് ഒന്നും ഇല്ലല്ലോ അല്ലേ? ആ അമ്മേ. അതും പറഞ്ഞവൾ പൂജാമുറിയിലേക്ക് പോയി. അപ്പോഴേക്കും അവളുടെ ഫോൺ ബെല്ലടിച്ചു. കാർത്തികയാണ്. റെഡിയാവാൻ പറഞ്ഞ് വിളിക്കുവാണ്. അവളോട് സംസാരിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞ് പോയി റെഡിയായി. താഴേക്ക് ചെന്നപ്പോഴേക്കും കാർത്തു എത്തി കത്തിയടി തുടങ്ങിയിരുന്നു. ആ എൻ്റെ പൊന്നാദി, എത്ര നേരമായി ഞാനിങ്ങനെ അവിടെ ഇരുന്ന് കത്തിയടിക്കുന്നു. എനിക്ക് ബോറടിച്ചു പോയി. അമ്പലത്തിൽ പോകുന്നുണ്ടോന്നൊന്നും കഴിക്കേണ്ടെന്നാണ് വീട്ടിലെ അമ്മയുടെ ഓർഡർ. അല്ലായിരുന്നെങ്കിൽ എന്തേലും കഴിച്ചുകൊണ്ടെങ്കിലും ഇരിക്കായിരുന്നു. വാ എങ്കിൽ പോകാം വേഗം. സമയത്ത് ഓഫീസിൽ എത്തേണ്ടതാണ്. പോയിട്ട് വരാം അമ്മേ. കിച്ചൂട്ടൻ പഠിച്ചു കഴിഞ്ഞ കേട്ടോ. കഴിക്കാൻ കൊടുക്കണേ. പാല് കുടിപ്പിക്കാൻ മറക്കല്ലേ. ചെന്നിട്ടൊന്ന് ഓടിച്ചു നോക്കാൻ പറയണേ. പിന്നെ പേനയും ബുക്സൊക്കെ എടുത്തോന്ന് ഒന്നുകൂടെ അമ്മ ചെക്ക് ചെയ്യണം. ശരി, ഞാൻ പോയിട്ട് വരാം. ഓക്കെ ജ്യോതിയമ്മേ. പപ്പ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അങ്ങനെ അവിടുന്ന് യാത്ര പറഞ്ഞ് പതിയെ നടന്ന് അമ്പലത്തിലെത്തി. മിക്കപ്പോഴും വരാറുള്ള അമ്പലമാണ്. തിരുമേനിക്കൊക്കെ നല്ല സ്നേഹമാണ്. പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ കാര്യം തിരുമേനിയോട് പറഞ്ഞു. രണ്ടാൾക്കും കിട്ടുമെന്ന് തിരുമേനി ഉറപ്പ് പറഞ്ഞപ്പോൾ ശരിക്കും ഉള്ളിലൊരു തണുപ്പായിരുന്നു. കാരണം ഏറെക്കുറെ എൻ്റെ ജീവിതത്തിൽ ഇദ്ദേഹം പറഞ്ഞതൊക്കെ ഫലിച്ചിട്ടുണ്ട്. തിരിച്ചു വരുന്ന വഴി ഒരു കൊച്ചു ആൺകുട്ടി ഓടി വന്ന് ഒരു റോസ് തന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അവനോട് എന്തെങ്കിലും ചോദിക്കും മുൻപേ ഓടിപ്പോയി. മുൻപിൽ കിടന്ന കാറിലും കയറി അവൻ കയറിയ പാടെ വണ്ടിയും പോയി. ആ വെപ്രാളത്തിനിടയ്ക്ക് വണ്ടി നമ്പർ പോലും നോക്കിയില്ല. വണ്ടി ഓടിച്ച ആളെ കണ്ടുമില്ല. എന്തായാലും നല്ല വില കൂടിയ കാറായിരുന്നു. ആള് തെറ്റിയതാവുമെന്ന് ഞങ്ങൾ അവസാനം ഒരു ഉത്തരത്തിലെത്തി. കാത്തു അവളുടെ വീട്ടിലേക്ക് കയറി. ഞാൻ എൻ്റെ വീട്ടിലേക്കും. എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് അവളുടെ വീടും. ഞങ്ങൾ ഹൈസ്കൂൾ മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നീട് BBA പഠിക്കാൻ പോയതും ഇപ്പോൾ MBA പഠിക്കുന്നതുമൊക്കെ ഒരുമിച്ച് തന്നെയാണ്. ഒരിക്കലും ഒന്നിനും പിരിയേണ്ടി വരല്ലെന്നാണ് പ്രാർത്ഥന. അവളുടെ അച്ഛനൊരു കടയുണ്ട്, പലചരക്ക് കടയും. അതിനോട് ചേർന്ന് തന്നെ ഒരു ബേക്കറിയും. അമ്മ ഒരു വീട്ടമ്മയാണ്, എൻ്റെ അമ്മയെ പോലെ. പിന്നെ അവൾക്കൊരു അനിയത്തിയാണ് ഉള്ളത്, കീർത്തി. ഞങ്ങളെപ്പോലെയല്ല. കിച്ചുവും കേത്തുവും എപ്പോഴും ഇടിയാണ്. അമ്മമാരും അച്ഛന്മാരും ബെസ്റ്റ് ഫ്രണ്ട്സാണ്. വീട്ടിൽ ചെന്ന് വേഗം റെഡിയായി അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പതിവമ്മ ഉമ്മയും കൊടുത്ത് സ്കൂട്ടിയും കൊണ്ടിറങ്ങിയപ്പോഴേക്കും കാർത്തു ഗേറ്റിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു അരമണിക്കൂറത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ KR ഗ്രൂപ്പ്സിൻ്റെ ഗേറ്റിന് വെളിയിൽ വണ്ടി നിർത്തി. എന്തൊരു വലിയ ഗേറ്റാടി ഇത്. അതെ, സെക്യൂരിറ്റി ഇൻ്റർവ്യൂ കാർഡ് കാണിച്ചപ്പോൾ കയറിക്കോളാൻ പറഞ്ഞു. പിന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ കീ ചോദിച്ചു. അത് കൊടുത്തപ്പോൾ ഒരാൾ വന്ന് വണ്ടി കൊണ്ടുപോയി വെച്ചിട്ട് കീ കൊണ്ടു തന്നു. ഹോ, എന്ത് വലിയ കമ്പനിയാടിത്. ഇതൊക്കെ ഉണ്ടാക്കിയവനെ സമ്മതിക്കണമല്ലേ. കാർത്തു പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അങ്ങോട്ടുള്ള ആദ്യപടി ചവിട്ടി അവൾ. തൻ്റെ ലൈഫിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്കാണ് നടക്കുന്നതെന്നറിയാതെ ആദ്യ അകത്തേക്ക് നടന്നു. രണ്ടുപേരും നടന്നു ചെല്ലുമ്പോൾ കണ്ടു റിസപ്ഷനിൽ 2 പെൺകുട്ടികൾ നിൽക്കുന്നത്. രണ്ടാളുടെയും വേഷം ബ്ലാക്ക് കളറിലുള്ള മിനി സ്കർട്ടും കോട്ടും ഒക്കെയാണ്. അയ്യേ, നമ്മളും ഇതൊക്കെ ഇടേണ്ടി വരുമോ?
ഇത് മുട്ടിന് മേലോട്ടൊക്കെ കാണുമല്ലോ. ഏയ്, ഇത് റിസപ്ഷനിസ്റ്റ് അല്ലേ? നമ്മൾ അതിനല്ലല്ലോ ഇവിടെ വന്നത്. അപ്പം നോർമൽ ഡ്രസ്സ് ആയിരിക്കുമെടി മണ്ടി. ഓ അപ്പിടിയാ, എങ്കിലൊക്കെ. അപ്പിടിയല്ല ഇപ്പിടി. കാത്തോടക്ക് നിനക്കിങ്ങനെ തമിഴ് കയറി വരുമല്ലോ, അതെന്താ അങ്ങനെ? ഇനി കഴിഞ്ഞ ജന്മത്തിൽ നീ വല്ല തമിഴത്തി ആയിരുന്നോ? ഓടിത്തെണ്ടി, ഞാൻ തമിഴത്തിയാ. വെറും തമിഴത്തിയല്ല, മാടമ്പള്ളിയിലെ നാഗവല്ലി. നിന്നെ കൊല്ലാൻ വന്നതാ ദുർഗാഷ്ടമിക്ക് മുൻപേ. എന്താ കൊല്ലട്ടെ ഞാൻ? ഓ വേണ്ടായോ, വാ പോയി അവരോട് ചോദിക്കാം എങ്ങോട്ടാ പോകേണ്ടതെന്ന്. ആ ഓഫീസിന്റെ മെയിൻ ഡോറിൽ സെക്യൂരിറ്റിക്കായി 2 ബ്ലാക്ക് ഗാർഡ്സ് ഉണ്ടായിരുന്നു. ഗുഡ് മോർണിംഗ് മേഡം എന്ന് പറഞ്ഞ് അവർ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റിവിട്ടു. മേഡം നിന്ന് വിളിച്ചത് കേട്ടപ്പോൾ കിളിപ്പോയാണ് കയറി വന്നത്. ഗുഡ് മോർണിംഗ് മേഡം, മേ ഐ ഹെൽപ്പ് യു? ചെയ്തിരുന്ന ജോലി നിർത്തി ചിരിയോടെ റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷവും അഭിമാനവും തോന്നി. സ്റ്റാഫുകൾ ഇങ്ങനെ ഇത്രയും നന്നായി പെരുമാറുന്നത് അവരുടെ ബോസ് അത്ര നല്ല ആളായതുകൊണ്ടാണല്ലോ. ഇങ്ങനെയൊരു സ്ഥാപനത്തിന് ജോലി കിട്ടിയാൽ അതൊരു ഭാഗ്യമാവും ഉറപ്പ്. ഗുഡ് മോർണിംഗ് മേഡം എന്നൊന്നും വിളിക്കണ്ട, ഞങ്ങളിവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇല്ല മാം, നിങ്ങൾ വരുമെന്ന് സാർ വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങളോട്. ഇവിടെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഞങ്ങൾ നിന്നത്. എൻ്റെ പേര് നേഹ എന്നാണ്. ഇത് റിയ. റിയ, നീ ഇവരെ ഒന്ന് അകത്തേക്ക് ആക്കി കൊടുക്ക് കേട്ടോ. ചെന്നോളൂ മാഡം. റിയയുടെ കൂടെ എൻ്റെയും കീർത്തിയുടെയും കിളി പല വഴിക്ക് പറന്നെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ഞങ്ങൾ വേഗം തന്നെ താങ്ക്സ് പറഞ്ഞ് റിയയുടെ പുറകെ പോയി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ സൈഡിലായി ചെറിയൊരു ക്യാബിനുണ്ട്. അവിടെ ഇരുന്നാൾ ഞങ്ങളെ കണ്ടപ്പോൾ എത്തി നോക്കുന്നുണ്ടായിരുന്നു. കാത്തു അയാളെ നോക്കിയൊന്ന് ചിരിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ ആ മങ്കി പറയുക, പുതിയ സ്ഥലമല്ലേ, പിടിവള്ളി വേണ്ടെന്ന്. അവളെയും കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് റിയയുടെ പുറകെ വീണ്ടും പോയി. പിന്നങ്ങോട്ട് നടന്നപ്പോൾ കണ്ടു ലെഫ്റ്റ് സൈഡിലായിട്ട് മുകളിലേക്കുള്ള സ്റ്റെപ്പ്, അതിനിപ്പുറത്തായി ഒരു ലിഫ്റ്റും. അവിടുന്ന് ഫ്രണ്ടിലേക്ക് ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. കൂടുതലും ആണുങ്ങളാണെന്ന് തോന്നുന്നു നോക്കിയത്. കാത്തുവാണെങ്കിൽ ഇങ്ങോട്ട് നോക്കുന്നതിൻ്റെ ഡബിളായി തിരിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. നടന്നു ചെന്നതൊരു ക്യാബിൻ്റെ മുൻപിലാണ്. അവിടെ വേറെയും കുറച്ച് പേരൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അവരും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾ 2 ഉള്ളിലേക്ക് കയറിക്കോളൂ കേട്ടോ. ഇത് മനസ്സാറിൻ്റെ ക്യാബിനാണ്. നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. താങ്ക്സ് റിയ. ഏയ്, ഇതെൻ്റെ ജോലിയല്ലേ. അതും പറഞ്ഞവൾ പോയി. കുറച്ചു നേരം ഞങ്ങൾ ആ ക്യാബിന് വെളിയിൽ നിന്ന് താളം ചവിട്ടി. ആര് ആദ്യം കയറുമെന്ന കൺഫ്യൂഷൻ കൊണ്ടാണേ. നെക്സ്റ്റ് ടൈം ഞാനെന്നുള്ള ഉറപ്പിൽ അവൾ വാതിൽ മുട്ടി. മേ ഐ കം ഇൻ സർ? യെസ്. അകത്തുനിന്നൊരു യെസ് കേട്ടപ്പോൾ ഞങ്ങൾ വാതിൽ തുറന്ന് കയറി. ഒരു 5 സ്റ്റാർ ഹോട്ടൽ കയറിയ പ്രതീതി, ഒരു ലക്ഷറി സെറ്റപ്പ്. ആദിരുദ്ര ആൻഡ് കാർത്തിക, റൈറ്റ്? അതെ സർ. ഓക്കെ, ടേക്ക് യുവർ സീറ്റ്. ദെൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? ഉണ്ട് സർ. ഓക്കെ, കാർത്തികയുടെ സർട്ടിഫിക്കറ്റ്സ് ഇങ്ങനെ തന്നേക്ക്. പിന്നെ ആദിരുദ്രയുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മുടെ കമ്പനി CEO കാശിനാഥൻ്റെ അടുത്തേക്ക് കൊടുത്താൽ മതി കേട്ടോ. തൻ്റെ ഇൻ്റർവ്യൂ അവിടെയാണ്. ഓക്കെ സർ. ഓക്കെ, പിന്നെ സാറെന്നൊന്നും വിളിക്കണ്ട, മനു എന്ന് വിളിച്ചാൽ മതി. പിന്നെ ഒട്ടും ബുദ്ധിമുട്ടില്ലെങ്കിൽ മനുവേട്ടാന്നോ ചേട്ടായിന്നോ വല്ലതും വിളിച്ചോ. എനിക്ക് അനിയത്തിമാരൊന്നുമില്ല, അതുകൊണ്ടാ. ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും അവൾ ഒരു ചിരി സമ്മാനിച്ച് സീറ്റിൽ നിന്ന് എണീറ്റ് കാത്തൂനോട് പോകുവാന്ന് പറഞ്ഞ് തിരിഞ്ഞു. ഇനി CEO എവിടെയാണോ എന്തോ ആലോചിച്ചുകൊണ്ടാണ് തിരിഞ്ഞു നടന്നത്. ആദി ഞെട്ടിയാണ് തിരിഞ്ഞു നോക്കിയത്. യെസ് സർ. കണ്ണൻ്റെ ക്യാബിന് ഇവിടുന്ന് ഇറങ്ങി റൈറ്റാണ്. പിന്നെ സാറെന്ന് വിളിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടാണെങ്കിൽ സാരമില്ല. അയ്യോ സോറി സർ. അല്ല സോറി മനുവേട്ട, ഞാൻ അറിയാതെ. അല്ല കണ്ണൻ? ഓ സോറിടാ. കാശി നമ്മുടെ CEO, അവൻ്റെ ക്യാബിൻ, അതാ പറഞ്ഞത്. ഓക്കെ, എങ്കിൽ ഞാൻ പൊക്കോട്ടെ. മോള് പോയിട്ട് വാ. മനുവേട്ടനെ നോക്കിയൊന്ന് ചിരിച്ച് അന്തം വിട്ടിരിക്കുന്ന കാത്തൂനെ നോക്കിയൊന്ന് പെട്ടു എന്നൊരു ആക്ഷനും കാണിച്ച് പുറത്തേക്ക് നടന്നു. അവിടെ നിന്നിറങ്ങി CEO ക്യാബിനിലേക്ക് നടക്കുമ്പോൾ ശരിക്കും എന്തോ ഒരു ടെൻഷൻ, എന്തിനോ ഒരു പേടി. ഹാർട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്തോ. ക്യാബിൻ മുന്നിലെത്തിയിട്ടും വെപ്രാളം കാരണം കുറച്ച് കഴിഞ്ഞാണ് ഡോറിനടുത്തേക്ക് ചെന്നത്. എന്തായാലും രണ്ടും കൽപ്പിച്ച് നോക്ക് ചെയ്യാമെന്ന് ഓർത്തു. മേ ഐ കം ഇൻ സർ? മറുപടിയില്ല. എൻ്റെ ദൈവമേ, ഇനി അകത്താരുമില്ലേ? തുറന്നു നോക്കണോ? ഏയ് വേണ്ട. ഇതെന്താ മിണ്ടാത്തേ? ഇനി കേട്ടില്ലേ? ഒന്നുകൂടെ കൊട്ടാം. മേ ഐ കം ഇൻ സർ? യെസ് കമ്മിങ്. എന്നോ കേട്ടു മറന്ന സൗണ്ട് പോലെ തോന്നിയോ? നെഞ്ച് കിടന്ന് തുടി കൊട്ടുന്നത് കൊണ്ട് ഒന്നും ചെയ്യാനും പറ്റാത്ത അവസ്ഥ. രണ്ടും കൽപ്പിച്ച് ഡോറ് തുറന്നു.
ആദ്യം തന്നെ കണ്ണിലുടക്കിയത് ആ കാപ്പി കണ്ണുകളാണ്. ആ കണ്ണിൽ മാത്രം മനസ്സ് കുടുങ്ങിക്കിടക്കും പോലെ തോന്നുന്നു. പക്ഷേ ഞാനിവിടെ വന്നത് ജോലിക്കാണ്. അമ്മയെയും പപ്പയെയും കിച്ചുവിനെയും വിഷമിക്കാതെ നോക്കണം. ലക്ഷ്യം പെറ്റമ്മയുടെയും അച്ഛൻ്റെയും കൂടപ്പിറപ്പിൻ്റെയും സന്തോഷമായതുകൊണ്ട് ഇങ്ങനെയൊന്നും ആരോടും ഇന്ന് വരെ തോന്നിയിട്ടില്ല. പക്ഷേ ഇതെന്താ ഇന്ന് മാത്രം? ഷട്ടപ്പ്. എപ്പോഴും എന്തേലും മണ്ടത്തരം ചെയ്തു വെച്ചുകൊണ്ട് വന്നോളും. ഇടയ്ക്കിടയ്ക്ക് വരണമെന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൾ ചെയ്താൽ മതി. വേഗം പോ. ഷൗട്ട് ചെയ്യുന്നത് കേട്ടപ്പോഴാണ് സത്യം പറഞ്ഞ ഇത്രയും നേരം അയാളെ നോക്കി നിൽക്കുമായിരുന്നെന്നും അവിടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നെന്നും അറിയുന്നത് പോലും. ആ കുട്ടി തിരിഞ്ഞൊന്ന് അടിമുടി നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. അവൾ പോകുന്ന വഴിയൊന്ന് നേരെ നോക്കിയപ്പോൾ ഇമചിമ്മാതെ തന്നെ നോക്കിയിരിക്കുന്ന കാപ്പിക്കണ്ണുകളിൽ വീണ്ടും കുടുങ്ങിയ പോലെ പെട്ടെന്ന് ഞാൻ തന്നെ കണ്ണ് വെട്ടിച്ചു. സർ, ഐ ആം ആദിരുദ്ര. ചെറുചെറി ഉണ്ടായിരുന്നു മുഖത്ത്. പെട്ടെന്നൊരു ദേഷ്യഭാവം വന്നു. ഇരിക്ക്. ഇരുന്നപ്പോൾ കൈനീട്ടി സർട്ടിഫിക്കറ്റ്സിന് ആണെന്ന് തോന്നിയതുകൊണ്ട് അത് കൊടുത്തു. അത് മറിച്ചു നോക്കുമ്പോൾ മുഖം തെളിയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അറിയാതെ ഒരു ചിരി എൻ്റെ ചുണ്ടിലും മിന്നി. എങ്കിലും ആദ്യം കേട്ട അലർച്ചയുടെ എഫക്റ്റ് മനസ്സിലൊരു പേടി തോന്നിച്ചു. ഓക്കെ, ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആയാണോ വന്നത്? അതെ സർ. ഓക്കെ ഫൈൻ. കെയർ ഗ്രൂപ്പ്സ് എന്നാണ് നമ്മുടെ കമ്പനി നെയിം, അതറിയാലോ? യെസ് സർ, അറിയാം. കെയർ ഫുൾ ഫോം അറിയുമോ? അത് സോറി, അറിയില്ല. അലർച്ചയാണ് പ്രതീക്ഷിച്ചത്. താഴെ നോക്കി കണ്ണിറുക്കി അടച്ചു പിടിച്ചിരുന്നു. സാരമില്ല, നാളെ വരുമ്പോൾ അറിഞ്ഞുകൊണ്ട് വരണം കേട്ടോ? ഓക്കെ സർ. ദാ ആ ക്യാബിൻ കണ്ടോ? അതാണ് തനിക്കുള്ള ക്യാബിൻ. മൊത്തം ചില്ലുകൾ കൊണ്ടുള്ളതാണ് CEO ക്യാബിൻ. ബാക്കി ഒരു സൈഡിലെയും ചില്ലുകൾ ട്രാൻസ്പെറൻ്റ് അല്ല. പക്ഷേ അടുത്ത ക്യാബിനിലേക്കുള്ള വ്യൂ മാത്രം കാണുന്ന രീതിയിലുള്ള ഗ്ലാസ് ആണ് ഒരു സൈഡിൽ. ഓക്കെ സർ. എങ്കിൽ കുറച്ചു നേരം അവിടെ പോയിരുന്നു. ഇപ്പം ഇവിടുന്ന് പോയില്ലേ ജാസ്മിൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോളും. എന്നിട്ട് പോയിക്കോളൂ. പിന്നെ പോകും മുൻപേ ഇവിടെ വന്ന് ഈ ബുക്കിൽ സൈൻ ചെയ്തിട്ടേ പോകാവൂ. സർട്ടിഫിക്കറ്റ്സ് ഇവിടെ ഇരുന്നോട്ടെ, വരുമ്പോൾ തരാം. പിന്നെ ബോണ്ടുണ്ടാവും. MBA പ്രൊജക്റ്റിന് വേണ്ടി മാത്രമുള്ള ജോബാണിതെങ്കിൽ ബോണ്ട് വേണ്ട. അല്ലെങ്കിൽ ബോണ്ടുണ്ട്. അതൊക്കെ ഡീറ്റെയിൽസായി ജാസ്മിൻ പറഞ്ഞു തരും. ഇപ്പം ക്യാബിനിലേക്ക് പോയിക്കോളൂ. ഓക്കെ സർ, താങ്ക് യു. എഴുന്നേറ്റ് തിരിഞ്ഞു നടക്കുമ്പോഴും മനസ്സ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരിഞ്ഞു നോക്കാൻ ഉള്ളിലിരുന്ന് ആരോ പറയും പോലെ. വേണ്ടാന്ന് ബുദ്ധി പറയുമ്പോൾ മനസ്സ് വേണമെന്ന് വാശി പിടിക്കുന്നു. ഒരു നിമിഷം കുടുംബം ഓർമ്മ വന്നപ്പോൾ പതിയെ ചുണ്ടിലൊരു പുഞ്ചിരി വന്നു. തിരിഞ്ഞു നോക്കാൻ തോന്നിയില്ല. വീട്ടിൽ ചെന്ന് അവരെ കാണണമെന്ന് മാത്രം തോന്നി. അവരാണെൻ്റെ ലോകം. അവരുടെ സന്തോഷമാണെൻ്റെ സന്തോഷം. ഇതിലെല്ലാം ഉപരി അവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. ഐ ലവ് മൈ ഫാമിലി. ക്യാബിനിൽ ചെന്നിരിക്കുമ്പോഴും ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെയും അമ്മയുടെയും അനിയൻ്റെയും മുഖമോർത്തിട്ടായിരുന്നു.